അപകട സാധ്യത ഒഴിയാതെ കാസർകോട്ടെ ദേശീയപാതയോരം വീരമലക്കുന്നിന് സമാനമായ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള 4 സ്ഥലങ്ങളാണ് കാസർകോട്ടെ ദേശീയപാതയുടെ ഭാഗത്തുള്ളത്. ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും വാഹനങ്ങൾ കടത്തിവിടുന്നതിന് ഇപ്പോഴും നിയന്ത്രണമില്ല. കഴിഞ്ഞ ദിവസം ചെറുവത്തൂർ വീരമലക്കുന്ന് ഇടിഞ്ഞുവീണ കാഴ്ചയാണിത്. തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെട്ടത്. കർണാടകയിലെ ശിരൂരിന് സമാനമായ അപകടമായിരുന്നു. ഭാഗ്യത്തിന് ആരും അപകടത്തിൽപ്പെട്ടില്ല. എന്നാൽ കാസർഗോഡ് ജില്ലയിലെ കടന്നുപോകുന്ന ദേശീയപാതയിൽ ഇനിയും അപകടങ്ങൾ ഉണ്ടായേക്കാം. വീരമലക്കുന്നിന് സമാനമായി ബേവിഞ്ച, തെക്കിൽ, ചട്ടഞ്ചാൽ, മട്ടലായിക്കുന്ന് എന്നിവിടങ്ങളിലും ഏതു നിമിഷവും മണ്ണിടിയുന്ന അവസ്ഥയാണ്. മട്ടലായിൽ മഴക്കാലം തുടങ്ങും മുമ്പ് മണ്ണിടിഞ്ഞു വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചിരുന്നു. ചട്ടലാഞ്ചിൽ ബസ് സ്റ്റോപ്പിന് മുകളിലേക്ക് മണ്ണും കല്ലും ഇളകി വീണത് ദിവസങ്ങൾക്ക് മുൻപാണ്. സമാനമായി മറ്റ് സ്ഥലങ്ങളിലും കുന്നിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. ജില്ലാ കളക്ടർ നിർദ്ദേശിച്ച വിദഗ്ധ സംഘം ഈ സ്ഥലങ്ങൾ പരിശോധിച്ച് 5 സ്ഥലങ്ങളിൽ മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്നും വാഹനങ്ങൾ കടത്തിവിടുന്നത് അപകടമാണെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള യോഗത്തിലും ഈ കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോഴും ഗതാഗതം നിയന്ത്രിച്ചിട്ടില്ല. MP-യുടെ നേതൃത്വത്തിൽ കരാർ കമ്പനിയുടെ വീഴ്ച ദേശീയപാത അതോറിറ്റിയെ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വീരമലക്കുന്നിൽ മണ്ണിടിഞ്ഞു വീഴുന്നത്. ഞാൻ നേരത്തെ മിനിസ്റ്റർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. DDC മീറ്റിംഗ് കൂടി DDCയിൽ ഏകകണ്ഠമായി പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. കളക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. MLA-മാരുടെയും ജനപ്രതിനിധികളുടെയും അഭ്യർത്ഥന മാനിച്ച് ഞാൻ നിരവധി പ്രാവശ്യം മന്ത്രിയെ കണ്ടിട്ടുണ്ട്, മോർത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടൊന്നും ഒരു നടപടി എടുത്തിട്ടില്ല. ദേശീയപാത അതോറിറ്റിയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ജില്ല വലിയ ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വരും. ന്യൂസ് മലയാളം, കാസർഗോഡ്.